ഒരിക്കൽ ഒരു തോണിക്കാരൻ 3 പണ്ഡിതരെയും കൊണ്ട് പുഴ കടക്കുകയായിരുന്നു. തോണിയിൽ കയറിയ ഉടൻ തന്നെ അവർ 3 പേരും വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. അതിനിടെ അവരിലൊരാൾ തോണിക്കാരനോട് ചോദിച്ചു, ഹേയ് തോണിക്കാര, നിങ്ങൾക്ക് വേദങ്ങളെയും ഉപനിഷത്തുകളെയും കുറിച്ച് അറിയാമോ? അയാൾ മറുപടി പറഞ്ഞു, ഇല്ല. പൊട്ടിച്ചിരിച്ചുകൊണ്ട് പണ്ഡിതർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ കാൽഭാഗം ജീവിതം പാഴായി. രണ്ടാമത്തെ ആൾ ചോദിച്ചു, നിങ്ങൾക്ക് ജ്യോതിശാസ്ത്രം അറിയാമോ? തോണിക്കാരൻ തുഴഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു, തലയൽപ്പം താഴ്ത്തി, ഇല്ല. നിങ്ങളുടെ പകുതി ജീവിതം പോയി എന്നായിരുന്നു രണ്ടാമത്തെ പണ്ഡിതന്റെ മറുപടി. മൂന്നാമത്തെ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾക്ക് കണക്കറിയാമോ? ഗണിതശാസ്ത്രം. കൂലിയായി ലഭിക്കുന്ന ചില്ലറത്തുട്ടികൾ എണ്ണാൻ മാത്രമേ അറിയൂ എന്ന് അയാൾ മറുപടി പറഞ്ഞു. പരിഹസിച്ചുകൊണ്ട് പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളുടെ 3/4 ഭാഗം ജീവിതവും പാഴായി. യാത്ര തുടരവേ വലിയ മഴയും കാറ്റും വീശി. തോണി നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് തോണിക്കാരൻ പണ്ഡിതരോട് ചോദിച്ചു, പണ്ഡിതരെ, നിങ്ങൾക്ക് നീന്തൽ അറിയാമോ? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് മറുപടി പറഞ്ഞു, ഇല്ല. അപ്പോ തോണിക്കാരൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും പാഴായി. അറിവ് സമ്പാദിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം എളിമയും കരുണയും ഉള്ളവരായിരിക്കുമ്പോഴാണ് നമ്മൾ മികച്ചവരാകുന്നത്. സഹജീവികളെ പരിഹസിക്കാതിരിക്കാം. അറിയാത്ത പാണ്ഡിത്യം കൊണ്ട് എന്താണ് ഗുണം? ഓരോരുത്തരും അവരുടെ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് ലഭിച്ച നേട്ടങ്ങളെല്ലാം നമ്മുടെ സാഹചര്യങ്ങൾ കൂടി നമുക്ക് തന്നതാണ്. നമ്മളിൽ ആത്മവിശ്വാസം ഉണ്ടാവുമ്പോഴും സാഹചര്യങ്ങൾ എതിരു നിൽക്കുമ്പോഴും അതിനെ പോരാടി തോൽപ്പിച്ച മനുഷ്യരുണ്ട്. അവരെ പരിഹസിക്കരുത്. ആ കഥയ്ക്കൊടുവിൽ 3 പണ്ഡിതരെയും തോണിക്കാരൻ സുരക്ഷിതരായി കരയ്ക്കെത്തിച്ചു.